നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണല്ലോ ഒരു ഡെവലപ്മെൻറ്റ്, ഒരു പ്രദേശത്തിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് അവിടെ വിശ്വാസ പരിശീലനം മാത്രമല്ല, സമഗ്രമായിട്ടുള്ളൊരു വളർച്ച ആവശ്യമാണ്. അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് സോഷ്യൽ സർവീസ് രംഗത്ത് നമ്മൾ നല്ല ഒരു മുന്നേറ്റം നടത്തിയത്. അട്ടപ്പാടിയുടെ സോഷ്യൽ സർവീസ് മേഖലകളിൽ പാലക്കാട് രൂപത നേതൃത്വം നൽകുന്ന PSSP അതിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ മറ്റ് സന്യാസ സമൂഹങ്ങൾ, CST പോലുള്ള സന്യാസ സമൂഹങ്ങൾ, അതുപോലെ മർത്ത സിസ്റ്റേഴ്സ്, ഇവരൊക്കെ വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം ഈ സോഷ്യൽ സർവീസ് മേഖലകളിൽ നടത്തിയതുകൊണ്ടാണ് നമുക്ക് ഇന്നും ഈ ജനതയുടെ മനസ്സിൽ ഈ ക്രൈസ്തവ വിശ്വാസത്തോടൊപ്പം ഇടം പിടിക്കാനായിട്ട് സാധിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. തദ്ദേശികരായിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. അവരുടെ അടുത്ത് നമ്മുടെ ഒരു സ്വീകാര്യത അതൊക്കെ എങ്ങനെയാണ്? നമുക്ക് എതിർപ്പുണ്ടായിട്ടില്ല. വളരെ നമ്മളെ നന്നായിട്ട് സ്വീകരിക്കുന്നുണ്ട് അവർ. പ്രത്യേകിച്ച് ഊരുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്വീകാര്യതയാണ്. അതുപോലെ ഇൻസ്പെക്ഷന് ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ നമ്മൾ ഈ നബാർഡിൻ്റെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഇൻസ്പെക്ഷനൊക്കെ വരും. അപ്പോൾ ആസോ നിങ്ങൾക്ക് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് 100% വളരെ നല്ല കാര്യങ്ങളാണ്. അവർ നമ്മളെ നന്നായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ അവർക്ക് ഉപകാരം കിട്ടിയത് കൊണ്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. കാരണം ഞങ്ങളൊക്കെ കുട്ടികൾ ഇപ്പോൾ കോളേജുകളിൽ നിന്ന് കുട്ടികൾ ഇൻറ്റേൺഷിപ്പ് പരിപാടിക്ക് വരും. അപ്പോൾ കുട്ടികളെ പരീക്ഷണാർത്ഥം അവർ വിടുമ്പോൾ ആസോ എന്ന് കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ്. ആസോ എന്ന് കേൾക്കുമ്പോൾ അവർ വരും, എൻ്റെ ഫാദറെ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ആസോ എന്ന്. അപ്പോൾ അവർ കിട്ടിയ കാര്യങ്ങൾ അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം വളരെ ഇൻഫ്ലുവൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇവിടെ ഈ ഏരിയയിലെ ആസോ എന്ന് പറയുന്നത്. അത് നമ്മളുടെ ഇടവകയിലെടുത്താലും ഊരുകളിലെടുത്താലും അമ്പലങ്ങളിലെടുത്താലും അല്ലെങ്കിൽ മോസ്കുകളിൽ പോയാലും ആസോ എന്ന് പറയുമ്പോൾ അവർക്കൊരു പ്രത്യേക ബഹുമാനം നമ്മളോടുണ്ട്. നമ്മൾ നക്കുപ്പതി വില്ലേജ് എന്നറിയപ്പെടുന്നത് ഒരു പ്രധാനപ്പെട്ട ഊരാണ്. അത് പ്രധാനപ്പെട്ട ഊരായി തീർന്നത് നമ്മുടെ നഞ്ചിയമ്മ വഴിയാണ്. നമ്മുടെ ആസോയിട്ട് നല്ല പരിചയം ഉണ്ടല്ലോ അല്ലേ? നമ്മൾ കുറെ കാലങ്ങളായിട്ട് പരിചയപ്പെട്ടതല്ലേ ആസോ. അപ്പൊ ആസോ വഴി നമ്മളുടെ ഊരിലും പിന്നെ നമ്മുടെ വീട്ടുകളിലൊക്കെ കുറെ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നഞ്ചിയമ്മയ്ക്കൊന്ന് ചുരുക്കമായിട്ടൊന്ന് പറയാൻ പറ്റുമോ ഞങ്ങളോട്? അത് നമ്മളെ കുറിച്ചിട്ട് നമ്മളെ ആസോ വകയായിട്ട് കുറച്ച് തൈകൾ തന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് ആടുകൾ തന്നിട്ടുണ്ട്, കുറേ സഹായമൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇല്ലയെന്ന് പറഞ്ഞ മേഴ്സാണ്. അപ്പം നമ്മൾ അത് തന്നിട്ട് നല്ല ബുദ്ധിയുള്ളവരൊക്കെ അത് ചെയ്തു. ഇപ്പം നിങ്ങൾ തന്ന തൈനെ എല്ലാവരും വളർത്തിയെടുത്തു. അതിനെ ഇപ്പം നമ്മൾ അടക്കെ കായ്ക്ക് കാക്ക വന്നു. പിന്നെ തെന്നകളൊക്കെ അതും എല്ലാം ഉണ്ട്. അത് തെന്നകളും കായ് കാത്തിട്ടുണ്ട്, അടക്കെ കായ് കാത്തിട്ടുണ്ട്. നിങ്ങൾ തന്നത് മൊത്തം നമ്മളത് ചെയ്ത് വെച്ചു. ഇപ്പം അത് തോപ്പാണ്, അടക്കത്തോപ്പ്, തെന്നന്തോപ്പ്, അതിനെല്ലാം പല സക്ക മാവ് അതെല്ലാം നമ്മൾ ഉണ്ടാക്കി. ഇന്നത് തോപ്പാണ്. അടക്കയും കായ്പ് നല്ല കായ്പുണ്ടോ? ഇനി കായ്ത്തിട്ടില്ല, കായ്ക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ആടിന്റെ ഇതെങ്ങനെയാ? ആടുകള് ഈ ഒരു ടൈമിനെ വന്നിട്ട് ആട് തന്നു, നമ്മൾ അതിനെ വെച്ചു. ഈ ഒരു ടൈമിനെ വന്നിട്ട് ആടുകൾക്കും പശുക്കൾക്കും എല്ലാം സൂക്കോടാണ്. അതിനെ പറന്ന കുട്ടികളൊക്കെ മറിച്ചു പോകുന്നതാണ്. നമ്മളിപ്പോ ആസ്പത്രിന് പോയി മരുന്ന് വാങ്ങി വന്നാൽ അതൊക്കെ കൊടുത്താൽ അത് ശരിയാവില്ല. അങ്ങനെ ഞങ്ങൾ കുറേ ചെയ്ത് മനസ്സിൽ വെച്ചു. പിന്നെ ഇപ്പൊ ഇരിക്കുന്നത് ഒരു 4 എണ്ണ 5 എണ്ണ ഉണ്ട്. പട്ടിനെ ഉണ്ട്, ഇല്ലെന്നല്ല, അതിനുണ്ട്, എല്ലാ വരത്തിനും ഉണ്ട്.
ആശോ എങ്ങനെ തന്നോ അതുപോലെ എല്ലാ ഭാഗത്തിന് ഉണ്ട്. നമ്മൾ വിത്തിട്ടുമില്ല, ഇനിയും അതിനെ വിത്തിട്ട് 10 പൈസ വാങ്ങിയിട്ടുമില്ല. തന്ന വേല തന്നെ ഉണ്ട്. കുട്ടികൾ മരിക്കുന്നതാണ് പ്രസവമായി അപ്പം തന്നെ കുട്ടികൾ മരിക്കും. അപ്പൊ അവർ 10 ദിവസം ഇരിക്കും. പിന്നെ വലിയ സൊപ്പ് കടത്ത് വരുമ്പോഴേക്കും അത് മറിച്ചു പോകും. അതാണ് അത് സൂക്കോട്. പിന്നെ തന്ന ആടുകളെ നമ്മൾ വിത്തിട്ടുമില്ല, ഒന്നുമില്ല. അത് പട്ടിലുണ്ട്. ഞങ്ങൾക്ക് വേണ്ടിട്ട് ആ പാട്ടൊന്ന് പാടിത്തരാം. ഓ തരാ. നമ്മുടെ രാജ്യം മൊത്തം കാണുന്ന പാട്ടല്ലേ. നിങ്ങൾക്ക് തന്ന ഇവ എനിക്കെന്താ പാടിത്തരാ കേട്ടോ. പാടട്ടെ. കളക്കാത്ത ചന്ദന മേര വകുവക പുത്തുറുക്കോ പൂപ്പറിക്ക പോകിലാമോ വിമേനത്തെ പക്കിലാമോ ലാലാലേ ലാലേ 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 ലാലാലേ ലാലേ 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 തെക്കാത്ത ചന്ദന മേര വകുവക പുത്തുറുക്കു പൂപ്പറിക്ക പോകിലാമോ വിമേനത്തെ പക്കിലാമോ തില്ലേ ലേ 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 ലോ തില്ലേ ലേ 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 ലോ വടക്കാത്ത പുങ്ക മേര വകുവക പുത്തുറുക്കു പൂപ്പറിക്ക പോകിലാമോ വിമേനത്തെ പക്കിലാമോ ലാലാലേ ലാലേ 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 ലാലാലേ ലാലേ 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 ലാലേ. കിട്ടിയോ? എന്റെ ചൊറാലൊക്കെ പോയി കേട്ടോ. കുറെ പരിപാടി പങ്കെടുക്കുന്നത് കൊണ്ടിട്ട് എന്റെ ശ്രദ്ധകൾ പോയി. ഇല്ലെങ്കിൽ എന്റെ ശ്രദ്ധ അടിച്ചു പൊളിച്ചു പോകും. പരിപാടി ഇപ്പൊ ദിവസം പോകുന്നതാണ്. ഒരു ദിവസം പിറ്റേ ദിവസം പോകും, ഒരു ദിവസം പിറ്റേ ദിവസം പോകും. അതിന് എന്റെ ശ്രദ്ധ പോയി. അമ്മ, ഈ പാട്ടുണ്ടല്ലോ, ഈ ഫേമസ് ആയിട്ടുള്ള പാട്ട്, അത് നിങ്ങള് സാധാരണ പാടുന്നതാണോ അല്ലെങ്കിൽ നമ്മൾ ഫിലിമിന് വേണ്ടി ചെയ്തതാണോ? നമ്മുടെ പാട്ടാണ് ഇത്. വന്നിട്ട് നമ്മൾ സാധാരണമായി പാടി കളിക്കാൻ പോകുന്ന സ്ഥലത്തി പാടുന്ന പാട്ട് വേറെയാണ്. നമ്മൾ ഇത് പഠിത്തിട്ടുമില്ല, ഇത് ഞാൻ ചെയ്തിട്ടുമില്ല. അയ്യപ്പൻ കോശിനെ വന്ന പാട്ടിനെ പടത്തിനെ ഇത് അപ്പൊ തന്നെ അവർ പാട്ട് വേണമെന്ന് പറയുമ്പോഴേക്കും അപ്പൊ തന്നെ എടുത്ത് പാടിക്കൊടുത്ത പാട്ട്. തിന്തിനാദിനാദി തിന്നാദിന്തിനാ തിന്തിനാദിനാദി തിനാദിന്തിനാ വെള്ളക്കാരൻ തോട്ടത്തിലെ തിന്നാദിന്തിനാ വെള്ളേ സോള വെട്ടായിലെ തിനാദിന്തിനാ തിന്തിനാദിനാദി തിന്നാദിന്തിനാ തിന്തിനാദിനാദി തിനാദിന്തിനാ മെഞ്ചാക്കാട് തോട്ടക്കുള്ളേ തിന്നാദിന്തിനാ മെഞ്ചാ ചോള വെട്ടായിലെ തിനാദിന്തിനാ തിന്തിനാദിനാദി തിനാദിന്തിനാ തിന്തിനാദിനാദി തിനാദിന്തിനാ ഇരുമു പെങ്കാട്ടുക്കുള്ളേ തിനാദിന്തിനാ റായരിക്ക പോകിലാമോ തിനാദിന്തിനാ തിന്തിനാദിനാദി തിനാദിന്തിനാ തിന്തിനാദിനാദി തിനാദിന്തിനാ. നമ്മൾ അന്നത്തെ കാലത്തില് കിരിച്ചെടുക്കുന്ന പാട്ടാണ് ഈ പാട്ട്. ഇതിന്റെ കൂടെയാണ് നിങ്ങൾ കുമ്മി അടിക്കുന്നത്. കുമ്മിപ്പാട്ട് അത് തന്നെയാണ്. അതെങ്ങനെയാ ഇത് കുമ്മിപ്പാട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പത്തെ കുട്ടികൾക്ക് ഈ പാട്ടാണ്. നമ്മൾ 1 2 3 4 വള്ളിക്കുമിയാട്ട വള്ളിക്കുമിയാട്ടത്തിലെ ഒയില കുമിയാട്ട, അതാണ് കുമ്മി അടിക്കണ പാട്ട്. അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പരിപാടിക്ക് പോയാൽ പരിപാടി പാട്ട് തനിയാണ്. സിനിമയില് പോകുമ്പോ സിനിമ കൊടുക്കുന്ന പാട്ട് തനിയാണ്. അങ്ങനെ പോകും. കുമ്മി അടിക്കണ പാട്ടുണ്ട്, ഡാൻസ് ആടുന്ന പാട്ടുണ്ട്, സിനിമയിൽ കൊടുക്കുന്ന പാട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ മാറി മാറി പോകും. ആട് മേയ്ക്കാൻ പോകുമ്പോൾ അതിനെ ഞാൻ ഇനി കൂട്ടിട്ടില്ല. അതിനി ഉണ്ടാക്കണോ? അതിനെല്ലാം നമ്മൾ ഇപ്പൊ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് അത് ആട് മേയ്ക്കണ സ്ഥലത്തിനാണ്. അത് ഇനി ഞാൻ വരികൾ 2 3 4 5 വരിയൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതൊരു സിനിമയിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി 2 3 വരിയൊക്കെ അതിനെ കൂട്ടണം. ഓൺ ദ സ്പോട്ടില് അതാണ് ഞാനിപ്പോ പാടാൻ പറഞ്ഞ വേറെ പാട്ടുണ്ടാക്കി പാടും. അതെ, അങ്ങനെയല്ല. നമ്മൾക്ക് ഇപ്പൊ മലയാള പാട്ടോ ഇംഗ്ലീഷ് പാട്ടോ എടുക്കാൻ പറ്റില്ല. നമ്മളുടെ വാക്കിന് നമ്മൾ കൊടുക്കാം. അപ്പൊ തന്നെ ലിറിക്സ് നമ്മൾ ഇപ്പൊ പാട്ട് വേണം ഈ സിനിമയിലൊക്കെ പാട്ട് വേണമെന്ന് പറഞ്ഞാൽ 2 ദിവസം മുമ്പിലേ അവർ പറയും ഇങ്ങനെ വരണോ പാട്ട് തരണോ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ അതിനെ ഞാൻ തന്നെ അതിനെ കൂട്ടും, വരികളൊക്കെ കൂട്ടും. പാട്ടിന് എന്താ ഹിറ്റായിട്ട് വരുന്ന പാട്ട് ഏതാണ്, അതിന് എന്താ വരി കൂട്ടണോ, അങ്ങനെ ഞാൻ തന്നെ മനസ്സിൽ വെച്ചിട്ട് വരി കൂട്ടും.
കൂട്ടിയിട്ട് ഞാൻ തന്നെ പഠിക്കും. അത് വലിയൊരു കഴിവാണ്. അതാണ് ഞാൻ തന്നെ എൻ്റെ വോയിസിനെ എടുക്കണം പാട്ട്. അപ്പം മാത്രമേ അവർക്ക് കിട്ടും, എടുക്കണവർക്ക്. ഇല്ലെങ്കിൽ വേറെ ആൾ പാടി തന്നിട്ട് അത് എനിക്ക് എടുക്കാൻ പറ്റില്ല. എൻ്റെ മൂളയിൽ എനിക്ക് വർക്ക് ചെയ്യണം, അപ്പൊ മാത്രമേ ഞാൻ അത് കൊടുക്കൂ. അമ്മയ്ക്ക് എത്ര ആട്? ഇവർക്കൊക്കെ മേലെ പോയിട്ടുണ്ടാവും. പിന്നെ തൈക്കളൊക്കെയാ? തൈക്കള് എന്തൊക്കെയാ? ഈ അടയ്ക്കാമരം, തെന്നമരം. നിങ്ങൾ തരണതെല്ലാം നമ്മളെ ജീവിക്കാൻ വേണ്ടിട്ടല്ലേ തരണത്. ഇപ്പൊ നമ്മൾ കളയാൻ പറ്റുമോ? അത് നമ്മൾ ഉണ്ടാക്കി കാട്ടണം. നമ്മൾ ഉണ്ടാക്കി തന്നത് മൊത്തം ഉണ്ടാക്കി. എനിക്ക് ഇനിയും കൂടി ആശുനെ തൊയ്തന്നാ നടിക്കൂ കേട്ടോ. അങ്ങനെ ചെയ്യും. ബുദ്ധിയുള്ളവരൊക്കെ ചെയ്യും, ബുദ്ധിയില്ലാത്തവരൊക്കെ വിട്ട് കളഞ്ഞിട്ടിരിക്കും. നമ്മൾക്ക് ഇന്ന് പിന്നാടിക്കൊക്കെ അത് വരുന്നു, നമ്മൾ മനസ്സിനെ വെച്ച് അത് ചെയ്യണം. അതാണ് ഇപ്പൊ നമ്മൾ ഒരു കുട്ടീനെ എങ്ങനെ നോക്കണോ, അത് കുട്ടിയെ നോക്കിയാകുമ്പോൾ തന്നെ അത് വലിയതായി വരും. അത് നമ്മൾ വിട്ട് കഴിഞ്ഞ് എവിടെയെങ്കിലും പോയി അത് കളിച്ചിട്ട് വരട്ടെ, തിന്നാട്ടെ വിട്ട അത് അങ്ങനെ തന്നെ പോകും. അതുപോലെയാണ് പന്നി ശല്യാണ്. നമ്മൾ വില വാങ്ങിക്കെട്ടിയ ഈ തുണി പോലെയുള്ള വിലകൾ വാങ്ങിക്കെട്ടി അവർക്ക് കീറി വിട്ടിട്ടാണ്. പന്നി പോകണമെന്ന് അറിയില്ല, ആള് കീറണമെന്ന് അറിയില്ല. അപ്പൊ അത് നമ്മൾ വേലിയൊക്കെ വില വാങ്ങിക്കെട്ടിയ ഇത് താഴോട്ട് കുഴി തോണ്ടിട്ടാണ് അത് ഉള്ളിലേക്ക് കയറുന്നത്. അപ്പൊ അത് പന്നി തന്നെ. അപ്പൊ അങ്ങനെ ചെയ്ത് ഇന്നാലും മറകളൊക്കെ പിടിപ്പിച്ച് നമ്മൾക്കിനി ഇത് കാണാൻ പോയാലോ? ഓ കണ്ടിട്ട് വരാം. ആട്ടത്തോളത്തുണ്ട് എന്ത് ആട് പോയിട്ട് തിരുക്കുത് കേട്ടാ. ഞാൻ ഇനി വിടുകാക്ക് പോകേണ്ട തുണിമാരിനെ അങ്കളെ ആള് വந்தாச்சு. അപ്പൊ എന്റെ ആട് ഇനി വിട്ടിട്ടില്ല, ഇനിയാണ് വീട്. മുകളിലുണ്ട്. കാട്ടിനെ ഞങ്ങൾ തോളത്തിട്ടിട്ടുണ്ട്. ആട്ടിനാണ് നമ്മൾ ആട് മാടുകളൊക്കെ അവിടെയാണ് വിൽക്കുന്നത്. ഇപ്പൊ ആട് നിങ്ങൾ തന്നാൽ ഒരു 3-4 ഉണ്ട്. 3 ഉണ്ട്. ഇപ്പൊ ആട് ജനിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ഓഫീസാണ് അത്. ഇത് ആകാശിനെ ഉണ്ടാകുമ്പോഴേക്ക് കെട്ടി തന്ന ഒരു ഓഫീസാണ്. ഇത് കിച്ചൺ റൂം ചെയ്യുന്ന സ്ഥലമാണ് ഇത്. ഇത് ഇപ്പൊ കെട്ടിക്കൊണ്ടിരിക്കുന്നു. നന്നായിട്ട് നടക്കുന്നുണ്ട്. നല്ലതായിട്ട് പോണു. ഈ ഊരിൽ ഒരു തപ്പില്ല. ഏത് നിറയിൽ അവർ ഇല്ലാന്ന് പറഞ്ഞാൽ അവർ ചോദിച്ച് അത് വാങ്ങി വന്ന് പാവപ്പെട്ട ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്നതാണ്. ഇവിടെ എത്ര കുടുംബങ്ങളുണ്ട്? ഇതിന് ഒരു 40 കൂടി ഉണ്ടാവും. 40 കൂടെ കിടക്കുക. നം തീറു 35 കിടക്കും ഇല്ലേ? നമ്മുടെ വീട് 35 വീടുകളൊക്കെ ഉണ്ടാവും മൊത്തം. ഇപ്പമേ ചെക്കന്മാർക്കൊക്കെ വീടായിട്ട് മോളിലെല്ലാം കേട്ടുന്നുണ്ട് വീട്. ഇത് മൊത്തം ആട്ടുപട്ടിയാണ്. ഇത് ആട്ടുപട്ടി, ഇത് പശുവിന്റെ പട്ടി, അത് ആട്ടുപട്ടിയാണ്. അപ്പുറത്ത് ഒരാളിന്റെ ആട്ടുപട്ടിയാണ്. അവരവരുടെ തോളത്തുകളുണ്ട്. ഇതൊരു ആട്ടുപട്ടിയാണ്. ഇത് പശുവിന്റെ പട്ടിയാണ്. അത് വേറെ എന്റെ ഒരു അനിയത്തിന്റെ മകളുടെ പശുവാണ്. ഇതെല്ലാം അമ്മയുടെ സ്വന്തക്കാരാണോ? ഇത് നമ്മളുടെ സ്വന്തം സ്ഥലങ്ങളാണ്. ഓ എന്റെ ആടെ വിട്ടു ഇല്ലേ? ആട് പോയിട്ടതാ. ആട് ഓട്ടിപ്പോയി. 2 അത് നമ്മൾ വാങ്ങിയ കുട്ടികൾ മാത്രം 2 എണ്ണം ഉണ്ട്. ആട് പോയി. തൊഴുത്ത് ഇതാണ് ആട്ടുതൊഴുത്ത്. ഇതാണ് എന്റെ തൊഴുത്ത്. ആടിപ്പോ 9 ഉറുപ്പിടിയില്ല. 9 ഉറുപ്പിടി ഉണ്ട്. അവർ തിന്നിട്ട് അവർ തന്നെ ഓടി വരും. 4-5 മണിക്കൊക്കെ പട്ടിണി തന്നെ വരും. പിന്നെ നമ്മൾ വെള്ളം കൊടുത്തിട്ട് കൂട്ടി വിടും. ഇതില്ല. അവർ വരും, മേന്നിട്ട് വരും, വീട്ടിൽ തന്നെ വരും. നമ്മെ ഇല്ലാതെ പോയാൽ നമ്മൾ എവിടെയെങ്കിലും പോയി നേരായി വന്നാൽ അവർ വന്ന് തൊഴുത്തിലേ നിൽക്കും. ഇല്ലെങ്കിൽ നമ്മൾ തുറന്നു വെച്ചാൽ പട്ടിനെ കൂടും. വെള്ളം കൊടുത്തിട്ട് വരും വീട്ടിനെ വന്നിട്ട്. അതെല്ലാം അടിപൊളിയായിട്ട്. എത്ര മണിക്ക് വിടും നിങ്ങൾ സാധാരണ? രാവിലെ തന്നെ നമ്മളിപ്പോ 1 മണി മുമ്പിനെ തന്നെ വിടും. എന്നിട്ട് ഒരു 5 മണി 5-5:30 കറക്റ്റ് വീട്ടിന് വരും. വന്നു വീട്ടിന് എവിടെ പോയി മേന്നാൽ അവർ ഓടി വരും.
ഇപ്പൊ പോയി ഞാൻ പട്ടിനെ ഞാനാണ് വിടുന്നത്. ആ അപ്പൊ എനിക്ക് എന്റെ മരുമകന് അവിടെ നമ്മൾ വർത്തനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്ക് അവന് വന്ന് ആട്ടി വിട്ടു. ഓ തീറ്റ എന്താ കൊടുക്കുക? തീറ്റ നമ്മൾ ചോലയിലെ തന്നെ അവർ പോയി മേന്ന് വരണതല്ലേ. അപ്പൊ കൊടുക്കില്ല ഇവിടെ? നമ്മൾ അവിടെ മേന്ന് വന്നാൽ ഇവിടെ പട്ടിനെ കൊടുക്കില്ല. അതിപ്പോ തന്നെ എല്ലാ ആടുകളുണ്ടല്ലോ, അവരവരൊക്കെ കുത്തുസണ്ടേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാം കെട്ടി വെച്ചിട്ട് അവർ മേന്ന് വരും. തമ്മന്റെ ഇഷ്ടത്തിക്കൊക്കെ അവർ മേന്ന് വെകിർ നിറത്തിട്ടാണ് വരുന്നത്. നമ്മൾ പോകണ്ട, അവരെ മേന്ന് വരും. നമ്മൾ ഈ പ്രസവകാക ടൈമിനെ ആടുകൾ ചെന്നിട്ട് പ്രസവകാക ടൈമിനെ മാത്രം പിന്നാടി പോകും. അത് എവിടെയെങ്കിലും കുട്ടികളെ പെത്ത് വിട്ടിട്ട് വന്ന മേസല്ലേ, അതുകൊണ്ട് നമ്മൾ പിന്നാടി പോകും. പിന്നാടി പോയി കുട്ടി പ്രസവകാക വരെ നമ്മൾ അതിനെ നോക്കി കൊണ്ടുവരും. പിന്നെ കുട്ടികൾ കൊണ്ടുവന്നിട്ട് പിന്നെ ആടിന് അങ്ങനെ വെള്ളം കാട്ടി മുടുക്കി വിടുക, അവർ പോയി മേഞ്ഞിട്ട് വരും. അതിനെ ചുടുവെള്ളം വെച്ച് കഴുകി അതിനെയൊക്കെ വൃത്തിയാക്കി ആടോടെ കൂടി വിടും. അങ്ങനെ ചെയ്യും. ആടിനെ കുറിച്ച് വല്ല പാട്ടുകളുണ്ടോ? മാടുകളെ കുറിച്ച് വല്ല പാട്ട്? അത് ഇനി ഉണ്ടാക്കിയിട്ടില്ല അച്ഛാ, ഇനി ഉണ്ടാക്കണം. അതാണ് ഉണ്ടാക്കിട്ട് നമ്മള് പാട്ട് തരാം കേട്ടോ. ഇനി ഒരു സിനിമയിൽ വരുമ്പോഴേക്ക് ഏതോ ഒരു ആടുമാടെ കുറിച്ച് ഞാൻ പാട്ട് ഉണ്ടാക്കി തരാം. ഇനി അത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, അതേ കുറിച്ച് ഞാൻ ഇനി മനസ്സിൽ വെച്ചിട്ടുമില്ല. നമ്മൾ ഞാനൊരു ആശയം തന്നില്ലേ? അതെ, ആടുമാടുകളെ അവൻ നമ്മുടെ അച്ഛൻ പറഞ്ഞതാണ് ഈ പാട്ടിനെ വേണ്ടിട്ട് ഞാൻ കൊടുക്കും കേട്ടോ. നമ്മുടെ ആശയത്തിന് ഇരുന്ന അച്ഛനാണ് എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നത്. ആ പാട്ട് ഞാൻ ആടുമാടെ കുറിച്ച് ഞാൻ പാടിന്ന് ഞാൻ കൊടുക്കാം. അല്ല സാറേ, അല്ല അച്ഛൻ, ഞാൻ അങ്ങനെ ഇനിയും ചെയ്തിട്ടില്ല. ആടുമാടുകളെ കുറിച്ചിട്ട് ഒരു വാക്ക് പോലെ എനിക്ക് നമ്മുടെ അച്ഛന്മാർ ഇത്തര ആളുകളൊക്കെ നമ്മളെ വന്ന നഗപ്പതി പിരിവിനെ കണ്ട് എത്തി സന്തോഷായിട്ട് പട്ട്. ഇനി ആസോ എന്ന സ്ഥാപനം വഴി ഇനി എന്തെല്ലാം ചെയ്യാൻ പറ്റും ഇവിടെ? അതാണ് എന്താ നിങ്ങൾക്ക് ഇപ്പൊ നമ്മള് ഇങ്ങനെ ചെയ്താ നമ്മൾ ഏതേത് കളവ് നമ്മൾ പറഞ്ഞാല് അത് തരാൻ പറ്റോ സാർ അച്ഛാ? ഞങ്ങൾ പരിശ്രമിക്കും, നിങ്ങളുടെ ആവശ്യമാണ് ഞങ്ങളുടെ. ഇനി നമ്മൾക്ക് തൈയില്ലാത്തവർക്ക് തൈ തരണോ? കുരുമുളക് തൈക കുറച്ച് തരണോ? ആടുമാട് വേണമെന്ന് പറഞ്ഞാൽ അവർ ഇനി കേക്കട്ടെ, ഇല്ലാത്തവരൊക്കെ നമ്മൾ വാങ്ങിയതാ. നമ്മൾക്ക് ഇനി എന്താ തെന്നാൻ തൈ വേണം, അടക്ക തൈ വേണം, കുരുമുളക് തൈ വേണം, അതിന് വള വേണം. അതാണ്. അപ്പൊ ഞങ്ങൾ അത് പരിശ്രമിക്കും. അതാണ് നമ്മുടെ ഒരു സന്ദേശം. ഇനിയുള്ള കുട്ടികൾ അങ്ങനെ കണ്ടെത്തി അവർ മുമ്പോട്ട് കൊണ്ടുവരട്ടെ അല്ലേ? ഞങ്ങളുടെ തലമുറയിലൊക്കെ നിങ്ങൾ തന്നത് മൊത്തം ഞങ്ങൾ പിടിപ്പിച്ച് അതൊക്കെ ഉണ്ട്. ഇപ്പൊ ആയാൽ ഞാൻ കൊണ്ടുപോയി കാണിക്കാം. അത് നിങ്ങൾ തന്നത് മൊത്തം ഉണ്ട്. അതിന് കുറച്ച് തൈകളെല്ലാം പോയിട്ടുണ്ട്, മറിച്ച് ഈ പന്നികളൊക്കെ കുത്തി കളിച്ച് അത് ഇതൊക്കെ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ അതിനെ കുറച്ച് തൈ വേണം. ഏതായാലും കുരുമുളക് തൈ നമ്മുടെ ഇതൊക്കെ വേണം, അത് തരണോ? അച്ഛന്മാർ തന്നെ തരണോ? നമ്മുടെ ആശുവിനെ വരും, വില വേണം. ഏതായാലും ഇനി വിലകൾ നമ്മൾ കൃഷി ചെയ്യുന്ന ടൈമാണ്. അപ്പൊ നമ്മൾക്ക് വിലകൾ ചോദിക്കാൻ വരും. അപ്പൊ അതിന് നിങ്ങൾ അതിനുള്ള വില പോട്ടു ഞങ്ങൾക്ക് വില തരണം. നമ്മൾ അത് മേടിക്കാൻ വരും. ശരിയാ? അതെ, നമ്മൾ പോകാം. ഇല്ലക്കേ നമുക്ക് വില വേണം താനേ. ഞാൻ ചൊല്ലിയിരിക്കേ, നമുക്ക് ഏതാനാ നമ്മൾ തീർക്കരാർക്ക് വില വേണം. നിങ്ങൾ നടക്കുന്ന മുമ്പിനെ അവരപ്പിറകലെ ആ വില കിട്ടിയാൽ മാത്രം നമ്മൾ കുറച്ച് കാലാക്ക് നമ്മൾ കൃഷി എടുക്കണവരെ അത് പന്നി ശല്യം ഇല്ലാതെ ഇരിക്കും. ഇല്ലെങ്കിൽ പന്നി തന്നെ. ആടുമാടുകളുടെ ഒപ്പം കിടക്കുന്നതാണ് പന്നി. അപ്പൊ അത് അച്ഛന്മാരാണ് സഹായിക്കണം. തീർച്ചയായിട്ടും ഇനി അതിനുള്ള പരിശ്രമമാണ്. അതാണ് വേണം. നിങ്ങൾ തന്നത് മൊത്തം ഞങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ട്. നമ്മൾ തള്ളിക്കളഞ്ഞിട്ടില്ല. നമ്മൾ അതിനെ വിത്ത് 10 രൂപ തിന്നിട്ടുമില്ല. ശരിയാണോ? ഞങ്ങള് പോയിട്ട് സന്തോഷം. ശരിയാണ്. അപ്പൊ ബൈ. ശരിയാണ്, പോയിട്ട് വരും. ശരിയാണ്, ബൈ.